ഹലോ കൂട്ടുകാരെ, അങ്ങനെ ഞങ്ങളുടെ ബർത്ത്ഡേയുടെ ആഘോഷമൊക്കെ കഴിഞ്ഞിട്ട് അന്ന് തന്നെ ഞങ്ങളാണെങ്കിൽ നേരെ തുപ്പാശ്ശേരിക്ക് പോയി ഡോറയ്ക്കാണെങ്കിൽ ഡ്രസ്സൊന്നും ഞാൻ എടുത്തിട്ടില്ലായിരുന്നു. കാരണം അന്ന് ഫുള്ള് ഞാൻ ഈ ഫാമിൻ്റെ പണിയായിട്ടൊക്കെ ഓടി നടക്കുന്നതുകൊണ്ട് ഡ്രസ്സൊന്നും എടുത്തില്ല. പിന്നെ ഷെമിയും വന്നിട്ടില്ലായിരുന്നല്ലോ നമ്മളെ കേക്ക് മുറിക്കുക. അങ്ങനെ പിന്നെ നമ്മൾ ഷെമിയൊക്കെ കൂട്ടിക്കൊണ്ട് പുറത്തോട്ട് പോയി ഒന്ന് ഡോറയ്ക്കൊരു ചെറിയ ഡ്രസ്സ് ഞങ്ങൾ പർച്ചേസ് ചെയ്തു. അങ്ങനെ അത് കഴിഞ്ഞതിന് ശേഷം ഞങ്ങൾ നേരെ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് കയറി. ആദ്യം കേക്ക് വേൾഡിലാണ് കയറിയത്. അവിടെ പിന്നെ ഇരുന്ന് കഴിഞ്ഞപ്പോഴത്തേക്ക് ഓർഡറെല്ലാം കൊടുത്തു കഴിഞ്ഞാൽ അവർ പിന്നെ പറയുന്നത് വീണ്ടും ഒരു 15 മിനിറ്റും കൂടെ എടുക്കുന്നുള്ളൂ. അപ്പോഴത്തേക്ക് പിന്നെ ഞങ്ങളിങ്ങനെ ഇറങ്ങി നേരെ വന്ന് നമ്മുടെ സഫയാറിലേക്ക് അവിടെ നിന്ന് ഫുഡ് ഇങ്ങനെ ഓർഡർ ചെയ്തു. അപ്പോൾ ഷെമിയാണെങ്കിൽ കയ്യിൽ എന്തൊരു പാടുള്ളത് കാണിച്ചിട്ട് ഇങ്ങനെ കാണിക്കാൻ വരുമ്പോൾ ഞാൻ വീഡിയോ എടുത്തുകൊണ്ടിരിക്കുന്നത് പുള്ളിക്കാരി പെട്ടെന്ന് ഞെട്ടിപ്പോയി. പിന്നെ വേറൊരു കാര്യം പറയാനുള്ളതെന്ന് വെച്ചാൽ അന്ന് കേക്ക് മുറിയുടെ സമയത്ത് ഞാൻ മുട്ടയൊക്കെ തേച്ചിട്ടുണ്ടായിരുന്നു, പൊടി ഇട്ടിട്ടുണ്ടായിരുന്നു. അതെല്ലാം കഴിഞ്ഞിട്ടാണ് ദാണ്ടെ കുളിപ്പിച്ചൊരുക്കി കൊണ്ടുവന്നേക്കുന്നത്. ഡോറേനെ ഞാനാണ് കുളിപ്പിക്കുന്നത് എന്നുള്ള നേരത്തെയും പറഞ്ഞിട്ടുള്ള കാര്യമാണ്. ഡോറേനെ കുളിപ്പിക്കുന്നതാണെങ്കിൽ ഡോറയുടെ എല്ലാ കാര്യങ്ങളും ചെയ്യുന്നത് ഞാനാണെന്ന് ഉണ്ണുകയും ഉറങ്ങുകയും കൂടെ നിൽക്കുകയും ചെയ്യുന്നൊരു വ്യക്തിയുടെ കാര്യം എനിക്കല്ലാതെ വേറെ ആർക്കെങ്കിലും മനസ്സിലാക്കാൻ പറ്റും. ഞാൻ അത്രയും അവളെ മനസ്സിലാക്കുന്നത് കൊണ്ടാണ് അവളുടെ ഓരോ കാര്യങ്ങളും ചെയ്തു കൊടുക്കുന്നത്. ഇച്ചിരി പൊടി മാവ് പൊടി ഇട്ടതുകൊണ്ടോ ഇച്ചിരി മുട്ടയാണെങ്കിൽ അടിച്ചതുകൊണ്ടോ ഞാൻ പീഡിപ്പിക്കുക സ്നേഹമില്ലാത്തവനെ ആവുന്നില്ലല്ലോ. ഇത്രയും കാര്യങ്ങൾ ചെയ്യാൻ കഴിയുന്നുണ്ട്. 7 മാസം തളർന്ന് കിടന്നവളെയാണെങ്കിൽ ഒരാളുടെയും സഹായമില്ലാതെ നോക്കാൻ കഴിയുന്നുണ്ടെങ്കിൽ അതുപോലെ മുന്നോട്ട് കൊണ്ടുപോകാൻ എന്നെക്കൊണ്ട് പറ്റുമല്ലോ. ആ ഒരു ബോധം എനിക്കുള്ളത് കൊണ്ടാണല്ലോ ഞാൻ എൻ്റെ കൂടെ ഡോറേനെ കൂട്ടിയിരിക്കുന്നത്.